എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗോവിന്ദൻ പറയുവാണ്, ഒരു കാരണവശാലും ഞങ്ങളുടെ മകളെ ആദർശിൻ്റെ അമ്മയുടെ കൂടെ പറഞ്ഞു വിടില്ല എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുവാണ്. അന്നേരം ദേവയാനി ചോദിക്കുവാണ്, ഓഹോ നിങ്ങൾക്കപ്പോൾ വാശിയാണല്ലേ, എങ്കിൽ അതിലേറെ വാശി എനിക്കുണ്ട്. ഞാൻ ഇവളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. കാരണം എൻ്റെ മകൻ കെട്ടിയ ഒരു താലിയുള്ള കഴുത്തിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ടുപോകും എന്ന് പറയുമ്പം കനക ചോദിക്കുന്നുണ്ട്, ആ താലിക്ക് വലിയ പ്രാധാന്യമൊന്നും ദേവയാനി കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പം, എൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയാണ് ഇവളെ എൻ്റെ മരണം വരെ ഞാൻ ചേർത്ത് നിർത്തും, ഒരിക്കലും ഞാൻ ഇവളെ വിട്ടുകളയില്ല, എൻ്റെ മകനേക്കാളേറെ ഞാനിപ്പം സ്നേഹിക്കുന്നത് ഇവളെയാണ് എന്ന് പറഞ്ഞ് ദേവയാനി നയനയെ ചേർത്ത് നിർത്തുവാണ്. ഇത് കാണുന്ന ഗോവിന്ദനും കനകയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞ് അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ദേവയാനി നയനയും കൊണ്ടിങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, അവൾ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ്, ആദർശേട്ടന് പിന്നാലെ ഏതായാലും അമ്മായി അവളെ അംഗീകരിച്ചല്ലോ, അവൾ ഭാഗ്യമുള്ള പെൺകുട്ടിയാണ് എന്ന് പറയുവാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാട്ടോ. അങ്ങനെ അവർ അനന്തപുരിയിലേക്ക് വരുന്നു. രണ്ടുപേരുടെ കയറി വരുമ്പോൾ ഇത്തിരി ഗൗരവത്തോടെ നിൽക്കുന്ന ആദർശിനെയാണ് കാണിക്കുന്നത്. അമ്മ വന്ന് വിളിച്ചപ്പോൾ, അമ്മ തോറ്റു തന്നപ്പോൾ നീ വന്നു, ഇനി ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദർശ് അടുത്ത വഴക്കിന് തുടക്കം ഇടുമോ എന്നറിയില്ല.